ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അബീസ് ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 9th ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ ആയിട്ട് ഹിന്ദി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാർട്ട് 1 ചാപ്റ്റർ 1 പാർട്ട് 1 ആണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് ഞാൻ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പാർട്ട് 2ലേക്ക് പോവാം. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കവിതയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? 9th സ്റ്റാൻഡേർഡിലെ ഒരു കവിതയാണ് നോക്കിയത്. അതിൽ 2 പാരഗ്രാഫ് ഞാൻ അന്ന് മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തായിരുന്നു നമ്മുടെ കവിതയുടെ ഹെഡിങ്? എന്തായിരുന്നു? പേരെന്തായിരുന്നു? പുൽ ബനീതി മാ എന്ന കവിതയാണ് അല്ലേ നോക്കിയത്. പുൽ ബനീതി മാ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു പാലമായിരുന്നു, ഞങ്ങൾ സഹോദരന്മാർക്കിടയിലെ ഒരു പാലമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അതിലൂടെ മക്കളിങ്ങനെ തടസ്സമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവിതയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ 3ാമത്തെ പാരഗ്രാഫാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. നോക്കിയോളൂ. ഞാൻ ആദ്യം ഒരു പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മീനിങ്സിലൂടെ പോവാം നമുക്ക്. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിനെ, അതായത് വയസ്സായി കഴിഞ്ഞാലുള്ള ഒരു പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു അങ്ങനെയുള്ള പറച്ചിലിനെ ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങൾ മാൻകർ ചൽത്തേ രഹേ. മാൻകർ ചൽത്തേ രഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയി, അതായത് മക്കള് അമ്മയുടെ ഈ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂഢേ ഹോനെ കി ആദത് ഔർ അപ്നി ഹർ ആവാസ് മേ, അവരുടെ അതായത് അമ്മയുടെ ബൂഢേ ഹോനെ കി ആദത്, അമ്മയുടെ വയസ്സാകുമ്പോഴുള്ള ആ സ്വഭാവവും പിന്നെന്താണ് അപ്നി ഹർ ആവാസ് മേ, ഓരോ സൗണ്ടിലും അമ്മയുടെ ഓരോ വാക്കുകളിലും ഓരോ സ്വരത്തിലും ധീരെ ഉണ്ടായിരുന്നു ആ ഒരു ശീലം, ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ധീരെ ധീരെ ടൂട്ടി രഹീമ, എന്താണ് പതുക്കെ പതുക്കെ അമ്മ തളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള പറച്ചിലുകളിലൊക്കെ അതൊക്കെ ഞങ്ങളിങ്ങനെ കേട്ട് മനസ്സിലായി ഞങ്ങൾക്ക് എന്ത് അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നെ ബൂഢേ ഹോനേക്ക് ആദത്, അവരുടെ വയസ്സാകുമ്പോഴുള്ള ആ സ്വഭാവം എല്ലാം ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് അറിയാം, ആ ശീലങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മ ദുർബലയായി വരികയാണ്, അമ്മയ്ക്ക് പ്രായമേറി വരികയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് പേജിലാണ് കേട്ടോ. നോക്കുക. ഹാത്തോം ഹാത്ത് രഹത്തി മാ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. എന്താ പറയുന്നത്? ഹാത്തോം ഹാത്ത് രഹത്തി മാ, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അല്ലേ, കൈയോട് കൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാൻഡ് ടു ഹാൻഡ് ആയിരുന്നു അമ്മ, അത്രയും ഒപ്പമായിരുന്നു, ഞങ്ങളുടെ കൂടെ ആയിരുന്നു, ഒപ്പമായിരുന്നു അല്ലേ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിരുന്നത് അല്ലേ. ഹാത്തോ ഹാത്ത് രഹത്തീമ, അങ്ങനെയായിരുന്നു അമ്മ. ഏക് ദിൻ ഹമാരെ കന്തോമേ ആഗൈ, ഒരു ദിവസം ഞങ്ങളുടെ കന്തോമേ ആഗൈ എന്ന് പറഞ്ഞാൽ തോളിലായി, ഞങ്ങളുടെ ചുമലിലായി, ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം, അതായത് പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? മെഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ, മെഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു തുടങ്ങി, ഫീൽ ചെയ്തു തുടങ്ങി. എന്ത്? അപ്നെ വൃഷഭ് കന്തോമേ, ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ മാ കാ ഭാരി ഹോന, അമ്മയുടെ ഭാരം വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ നല്ല ദൃഢമായ ശക്തമായ തോളുകളാണ് അല്ലേ മക്കളുടെ, ആ തോളുകളിൽ അമ്മ ഒരു ഭാരമായി തുടങ്ങി എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഭാരമാവുന്നത് അവർക്ക് ഫീൽ ചെയ്തു തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. എന്താണ് പറയുന്നത്?
ജബ് തക് ജീവിത് രഹി മാ, അമ്മ എത്ര കാലം ജീവിച്ചുവോ, എത്ര കാലം അമ്മ ജീവിച്ചിരുന്നുവോ, ഹം ബദൽത്തേ രഹേ ഹമാരേ കന്തേ, ഞങ്ങളുടെ തോളുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഹം ബദൽത്തേ രഹേ ഹമാരേ കന്തേ, ഞങ്ങളുടെ തോളുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. മാ ആഹിർ മാഹി തോഹേ, എന്താണ് അമ്മ എന്തായാലും അമ്മ തന്നെയല്ലേ, അതായത് മക്കളിങ്ങനെ അമ്മയുടെ സംരക്ഷണ ചുമതല മക്കളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മകൻ്റെ അടുത്തുനിന്ന് മറ്റൊരു മകൻ്റെ അടുത്തേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. മാ ആഹിർ മാഹി തോഹേ, അമ്മ എന്തായാലും അമ്മ തന്നെയല്ലേ. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നത് കണ്ടിട്ട്, ഞങ്ങളുടെ സംരക്ഷണ ചുമതല ഇങ്ങനെ മാറ്റുന്നത് കണ്ടിട്ട് ഹമാരേ കന്തോ സേ ഉത്തർ ഗയി മാ, ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി, സ്വയം ഇറങ്ങിപ്പോയി. എന്താ അങ്ങനെ പറയാൻ കാരണം? അമ്മ എങ്ങോട്ടെങ്കിലും പോയി എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല അല്ലേ. അമ്മയുടെ സംരക്ഷണ ചുമതല മക്കൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മ മരിച്ചുപോയി എന്നാണ്. അങ്ങനെ കണ്ടിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് അറ്റ് ലാസ്റ്റ് അമ്മ മരിച്ചുപോയി. അപ്പോൾ അവിടെ ഒരു ഇത് നൽകുകയാണ് നമുക്ക്, അങ്ങനെ കണ്ടിട്ടാവാം അമ്മ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബാർ ഹമേ കന്തേ ബദൽത്തേതേക്ക്, ഞങ്ങളുടെ ഈ ചുമലുകൾ മാറ്റുന്നത് കണ്ടിട്ടാവാം അമ്മ ഒരു ദിവസം ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് മാക്കി മൃത്യു ഹോ ഗയി. और माँ के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരേ കന്തേ, എന്താണ് അമ്മ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയതും എന്തായി? ഉത്തർ ഗയേ ഹമാരേ കന്തേ, ഞങ്ങളുടെ തോളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയ പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ദുർബലരായി, അതായത് അമ്മ മരിച്ചതിന് ശേഷം മക്കൾ ദുർബലരായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവിതയുടെ മീനിങ്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. കവിത എന്താണ് കവിതയുടെ ആശയം എന്ന് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അമ്മയെക്കുറിച്ചിട്ടുള്ളതാണ്. അമ്മ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അമ്മയ്ക്ക് മക്കൾ ഒരിക്കലും ഒരു ഭാരമാകുന്നില്ല. പക്ഷേ അമ്മ വയസ്സായി വരും തോറും മക്കൾക്ക് അമ്മ ഒരു ഭാരമായി തോന്നുന്നു എന്നുള്ള ഒരു ഒരു അറിവും കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയുടെ സംരക്ഷണ ചുമതല മാറ്റി ഇരുന്നു അമ്മ ഒരിക്കൽ എന്തായി? മരിച്ചു പോവുകയും ചെയ്തു. അമ്മ മരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഭാരമായി തോന്നിയിരുന്നെങ്കിലും അമ്മ മരണപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ ചുമലുകൾ ഞങ്ങൾ ദുർബലരായി മാറിയില്ലേ, ഞങ്ങളുടെ ചുമലുകൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയതുപോലെ, സ്വയം ഇറങ്ങിപ്പോയതുപോലെ ഞങ്ങൾക്ക് തോന്നി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കവിത കഴിഞ്ഞു. മീനിങ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒരു മൂന്നെണ്ണം അതിൽ കൊടുത്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ചെയ്തു തരുന്നതാണ്. അടുത്തത് നോക്കുക, ഒരു ലിഖേ, അതായത് നമ്മുടെ പദ്യത്തിൻ്റെ താഴെയായിട്ട് ഒരു 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ലിഖേ നിമ്നലിഖിത ആശയ കവിതാക്കി കിൻ കിൻ പങ്ക്തിയോ മേഹെ, അതായത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4 ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 ആശയങ്ങളും വായിച്ചിട്ട് ഓരോ ആശയവും കവിതയുടെ ഏത് വരികളിലാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്കൊന്ന് നോക്കാം അല്ലേ. ബേട്ടോം കാ ജീവൻ ബേരോക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ, അതായത് ഇവിടെ നോക്കിയോളൂ, ബേരോക് കട്ടോക്ക് എന്നാണ്, പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ബേരോക് ടോക്ക് എന്നാണ് കേട്ടോ. ബേരോക് കട്ടോക്ക് എന്ന് വായിക്കും, നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുക? ബേരോക് കട്ടോക്ക് എന്നാണ് നോക്കുക. പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിക്കും ബേരോക് ടോക്ക് എന്നാണ് വായിക്കുന്നത്. ചൽത്തി ഗാഡി കെ സമാൻ രഹ, കുട്ടികളുടെ ജീവൻ, അതായത് ബേട്ടോം കാ ജീവൻ അല്ലേ, ആൺമക്കളുടെ ജീവിതം എങ്ങനെയാണ്? ബേരോക് കട്ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ, എന്താണ്? ബേരോക് കട്ടോക്ക് പറഞ്ഞാൽ തടസ്സമൊന്നും ഇല്ലാതെ പോകുന്ന വണ്ടി പോലെയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആശയം, അതായത് ആ ഒരു ലൈനിൻ്റെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തിരിക്കുകയാണ്. ഇതിനോട് സമാനമായ വരി ഏതാണെന്ന് നമ്മൾ പദ്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം അല്ലേ നമുക്ക്. തടസ്സമൊന്നുമില്ലാതെ പോകുന്ന വണ്ടി പോലെ ആയി, ഗാഡിക്ക് സമാൻ രഹ, അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നത് എന്നാണ്.
അപ്പോൾ നോക്കാം ഏതായിരിക്കും അത്. അതിൽ കവിതയിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ 1 2 3 നാലാമത്തെ ലൈന് दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. അതായത് മൂന്നാമത്തെ ലൈൻ തൊട്ടിട്ട് ലാസ്റ്റ് ലൈൻ വരെയുള്ളതാണ് അതിൻ്റെ ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലൈൻസിൻ്റെ ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി അല്ലേ, ഞങ്ങൾ ജീവിതമാവുന്ന ഞങ്ങളുടെ ആ വണ്ടി എങ്ങനെയാണ്, വാഹനം എങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്, ഒരു തടസ്സവും ഇല്ലാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 3 എണ്ണം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. ആ 3 എണ്ണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. കവിതയുടെ കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയിലൂടെ നമ്മളോട് കവിതയുടെ ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലെയാണ് ഇനി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക ലെങ്തി ആവുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പിന്നെ കുറേ എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളത് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും അത് ഞാൻ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കവിത നന്നായിട്ട് വായിക്കുക, നന്നായി വായിക്കുക, ഒരു 2-3 പ്രാവശ്യം വായിക്കുക. ആ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ വെറുതെ ഹിന്ദി വായിക്കുകയല്ല, അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ക്വസ്റ്റ്യനിൽ വരിക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു.